सबका स्वागत करता हूँ। मैं नेशनल अकादमी में हिंदी पढ़ाती हूँ। मैं आप सब लोगों को अकादमी के लिए स्वागत करते हैं। तो हिंदी में हमने पहला चैप्टर बताया है, तो हम दूसरा चैप्टर है। तो ആദ്യ കാലത്തെ ഭക്തികാലത്തെ ദോ ഭാഗ്. ഭക്തികാലത്തിൻ്റെ 2 ഭാഗങ്ങളാണ് ഇനി പറയുന്നത്. ആദ്യം പറഞ്ഞത് ഏതാണ്? ഭക്തികാലത്തിൻ്റെ വേറൊരു ഭാഗം. ഭക്തികാലത്തിൻ്റെ 2 കാലങ്ങളാക്കി എന്താക്കി? സഗുണ ഭക്തിധാരാന്നും നിർഗുണ ഭക്തിധാരാന്നും 2 ഭാഗങ്ങളാക്കി. അതിൽ നിർഗുണ ഭക്തിധാരയിലെ 2 കവികളെ പറ്റി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പഠിക്കല്ല, വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന്. ഇനി അടുത്തത് നമ്മൾ സഗുണ ഭക്തിധാരയിലെ 2 കവികളാണ്. ആരാണ് അവരെന്ന് നോക്കാം നമുക്ക്. ഒന്ന് തുളസീദാസിനെ പറ്റി നമുക്ക് ആദ്യം പറയാം. തുളസീദാസ് എന്ന് പറയുന്നത് രാമഭക്തി ശാഖയിലെ ഏറ്റവും മഹാനായ ഒരു കവിയാണ്. എപ്രകാരമാണോ മലയാളത്തിൽ രാമായണം ഉള്ളത്, അതേപോലെയാണ് നോർത്ത് ഇന്ത്യയിൽ രാമചരിതമാനസ്. ആ രാമചരിതമാനസത്തിൽ രാമചരിതമാനസം എന്ന് പറയുന്ന ഒരു കുടുംബ ചരിത്രമാണ് അതിലുള്ളത്. ഒരു കുടുംബത്തിലെ അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരൻ, ഭാര്യ, ഭർത്താക്കന്മാർ, ഇവർ തമ്മിലുള്ള ബന്ധവും ഒരു രാജാവ് എപ്രകാരമാണോ രാജ്യം ഭരിക്കേണ്ടത് വെച്ചാൽ അങ്ങനെയുള്ള ഒരു ചിത്രീകരണമാണ്, അതായത് ഒരു ചരിത്രമാണ് രാമായണം എന്ന് പറയുന്നത്. അപ്പോൾ ആ രാമായണത്തിൽ നിങ്ങൾക്കറിയാം, ടീച്ചർ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് രാമായണ കഥ എന്താണെന്നറിയാം. മലയാളികൾക്ക് അറിയാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ രാമായണത്തിൽ വന്നിട്ട് ഭരതനും ശത്രുഘ്നെയും ജനക മഹാരാജാവ് അമ്മ വീട്ടിലേക്ക് അയക്കുന്നു. ദശരഥ മഹാരാജാവ്, ജനകൻ സീതയുടെ അച്ഛനാണ്, അങ്ങോട്ട് വീട്ടിലേക്ക് അയക്കണം. അതൊന്നും ജനക മഹാരാജാവ് വേണിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത്, ഒക്കെ നിമിത്തങ്ങളായിട്ട് വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛന് വാർദ്ധക്യമായി, അതുകൊണ്ട് ഭരണം മൂത്ത മകനായ രാമനെ ഏൽപ്പിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ആ രാമനെ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല. അപ്പം പണ്ടുള്ളവർ പറയില്ലേ, വിധിയെ തടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ആ വിധി, രാമൻ്റെ ജനനം എന്തിനാണോ ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ രാമൻ കാട്ടിച്ചെല്ലണം. അപ്പം എന്തായി, അവിടെ മന്ദരയുടെ വായിൽ സരസ്വതി വിളയാടുകയും അങ്ങനെ വന്ന് കൈകേയിയെ പ്രേരിപ്പിച്ച് കൈകേയിയെ കൊണ്ട് പണ്ട് പറഞ്ഞിട്ടുള്ള ആ 2 വരങ്ങൾ വേടിപ്പിക്കുകയും ആ 2 വരങ്ങൾ ദശരഥൻ്റെ അടുത്ത് പറഞ്ഞ് ഭരതനെ രാജാവാക്കുകയും രാമനെ കാട്ടിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് അവിടെ ആരില്ല? രാമനും ലക്ഷ്മണനും ഇവിടെ ഉണ്ട്, ഭരതനും ശത്രുഘ്നനും ഇല്ല. അപ്പം അങ്ങനെ ആ സങ്കടത്തിൽ രാജാവ് മരിക്കുന്നു. മരിച്ച വിവരറിഞ്ഞ് ഭരതനും ശത്രുഘ്നനും എത്തുന്നു. അപ്പം വന്നപ്പോഴാണ് എന്താ അറിയണത്, കാട്ടുപോയ വിവരമൊക്കെ. അപ്പം ഭരതന് ഭയങ്കര സങ്കടമായപ്പോൾ എന്താ പറയുന്നത്, എങ്ങനെയാണ് പോയത്, ഏതെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഇന്ന മാതിരിയാണ് അമ്മ വരം 2 ചോദിച്ചതാണ്. ആ വരം ഒന്ന് രാമനെ കാട്ടിലയക്കുക എന്നുള്ളതാണ്, മറ്റത് നിന്നെ എന്താക്കുക നാട് വാഴിക്കുക എന്നുള്ളതാണെന്ന് ഭരതൻ അറിയുന്നു. അതോടുകൂടി ഭരതൻ അമ്മയോട് കോപിഷ്ഠനാവുക ചെയ്യുന്നത്. അമ്മയോട് കോപിച്ച് അമ്മ കാരണമാണ് വന്ന അതിനൊക്കെ കാരണക്കാരൻ ഞാനാണല്ലോ എന്നുള്ള സങ്കടം വരുന്നു. ആ സങ്കടത്തോട് കൂടിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഭാഗം തുടങ്ങുന്നത്. ആ ഒരു ഭാഗമാണ് പറയുന്നത്. അങ്ങനെ ആ ഭാഗത്തിൽ ഭരതന് സങ്കടം നിർത്തിയിട്ടാവുന്നില്ല. അങ്ങനെ അയോധ്യവാസികളെയും കൂടി കാട്ടിൽ ചെന്ന് രാമനെ കാണുന്നു. രാമനെ കണ്ടപ്പോൾ കൂട്ടത്തിൽ രാമൻ്റെ കൂടെ അവരുടെ പ്രിയപ്പെട്ടല്ല ആദരണീയനായിട്ടുള്ള ഗുരുനാഥനും ഉണ്ട്. അദ്ദേഹവും രാമനും ഭരതനും ഒക്കെ കൂടെ നിൽക്കണം. അപ്പോൾ അമ്മേനെ കുറ്റം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെന്നെ തോന്നി, അമ്മയെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയുക, പാപങ്ങൾ ചെയ്യുന്നതിന് തുല്യമാണ് പ്രസവിച്ച അമ്മയെ കുറ്റം പറയുന്നത് എന്ന് അവന് തോന്നി. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അമ്മയിൽ നിന്ന് കുറ്റം സ്വന്തം ഏറ്റെടുക്കല്ല, ഞാൻ തന്നെയാണ് അതിന് കുറ്റക്കാരെന്ന് പറയാണ്. അങ്ങനെ രാമൻ്റെ എല്ലാം ഞാൻ വിസ്തരിച്ചു വന്നാൽ നമുക്ക് സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് ചുരുക്കി പറയാം. എല്ലാം പഠിക്കാനാണ് നിങ്ങളെ ഞങ്ങൾ ഇങ്ങോട്ട് ആകർഷിക്കാച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞു തന്നതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായും ലളിതമായും പറഞ്ഞു തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ മീൻസ് നാഷണൽ അക്കാദമി നിങ്ങളോട് എപ്പോഴും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. അപ്പം ആ രാമൻ്റെ കൂടെ രാമനോട് എന്ത് പറയണം എന്നറിയാതെ ലക്ഷ്മണൻ സങ്കടത്തോട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം
രാമന് എങ്ങനെയാണ് രാമൻ്റെ സ്നേഹപ്രകടനെല്ലാം കണ്ടു. ഭരതനും മനസ്സിലാണ് ഏട്ടൻ എങ്ങനെയാണ്, ഏട്ടൻ ഒരു കുറ്റം ചെയ്തവരെ പോലും ശാസിക്കാത്ത വ്യക്തിയാണെന്നറിയാം. അതൊക്കെയാണ് ആദ്യത്തെ ദോഹ പദത്തെ പറയണത്. രണ്ടാമത്തേല് ഭരതൻ ആശ്വസിക്കുകയാണ്. വിധിന്ന സഖയവൂ എന്നാണ് പറയുന്നത്. വിധിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് വിധി എന്ന് പറഞ്ഞാൽ ഈശ്വരന് സഹിക്കാൻ പറ്റില്ല. ഹം ദോനോ ക പ്യാർ, ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ സ്നേഹത്തെ വിധിക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഒരു അവസ്ഥ തന്നത് എന്ന് ഭരതൻ സമാധാനിക്കുകയാണ് ചെയ്യുന്നത്. അതിലൊക്കെ പറയുന്നുണ്ട്, കുമ്പളം നട്ട, നമ്മളുടെ മലയാളം ഭാഷയിൽ പറയുന്നത് മത്തം നട്ട കുമ്പളം മുളയ്ക്കുക എന്നൊക്കെ ചോദിച്ചാൽ അമ്മയെയും അവിടെ കുറച്ച് കുറ്റം പറയുന്നുണ്ട്. കുറ്റം പറയുന്നത് പാപമാണെന്നൊക്കെ പറഞ്ഞാലും ശരി, അത്രയും അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച ഞാനും അങ്ങനെ തന്നെയാണ് എന്ന് ഭരതൻ സമാധാനിക്കല്ല, ഒരു ആശ്വാസം കണ്ടെത്തുക ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. അപ്പം ഭരത് ദോഷിയാണ് എന്ന് സ്വയം സങ്കല്പിക്കാൻ, അമ്മയെ കുറ്റം പറയുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം, അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പം അതിൽ ഭരതൻ്റെ ഭ്രാതൃസ്നേഹം, ഭരതൻ്റെ മനോഗതി, പിന്നെ അമ്മയിൽ നിന്ന് കുറ്റം പറയുന്നതെന്ന് അവൻ സ്വയം പറയാതെ മഹാപാപം ചെയ്യുന്ന, ആയിരക്കണക്കിന് പാപം ചെയ്യുന്നതിന് തുല്യമാണ് അമ്മയെ കുറ്റം പറയണത്. ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്. പിന്നെ ഇനി അടുത്തത് ഇതിൽ രണ്ടാമത്തേൽ 3 കവികളാണ്. 3ഉം ഭക്തികാലത്തിലെ കവികളാണ്. ഒന്ന് തുളസീദാസാണ്, ഒന്ന് സൂര്യദാസാണ്, ഒന്ന് മീരാബായിയാണ്. അപ്പോൾ തുളസീദാസ് 8-9 ഉണ്ടായിരുന്നോ, മീരാബായിയും സൂര്യദാസും ഉണ്ടായിരുന്നു എന്ന് അറിയാം. 10 കുട്ടി വന്ന് സങ്കടം പറയണില്ലേ, ഏട്ടൻ എന്നെ എപ്പോഴും കളിയാക്കുന്നു, എല്ലാവരുടെ അടുത്തും ചെന്ന് ഞാൻ കറുത്തതാണ്, ബലരാമൻ വെളുത്താന്നൊക്കെ പറയുന്നുള്ള 9-ലാണോ 10-ലാണോ എന്ന് ടീച്ചർക്ക് ഓർമ്മയില്ല ഉണ്ട്. അപ്പം അതിൽ അതുപോലുള്ള 2 കവിതകളാണ് ഇതിൽ പഠിക്കാനുള്ള. സൂര്യദാസിൻ്റെത് കൃഷ്ണഭക്തി ശാഖയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠനായ കവിയാണ് ആര്, സൂര്യദാസ്. പിന്നെ തുളസീദാസിൻ്റെ മഹാകാവ്യത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അതേപോലെ സൂര്യദാസ് കൃഷ്ണഭക്തിയുടെ കവിയാണ്. അദ്ദേഹം ജന്മന അന്ധനാണെന്ന് പറയുന്നു. അന്ധനായ ഒരു വ്യക്തി കൃഷ്ണനെ എത്രമാത്രം വർണ്ണിക്കണം വെച്ചാൽ അദ്ദേഹത്തിന് അലൗകികമായ എന്താ ശക്തി ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ശ്രീകൃഷ്ണൻ്റെ ആ കുട്ടിക്കാലത്തുള്ള വർണ്ണനയൊക്കെ നമ്മളിങ്ങനെ ഇതാവുമ്പോഴേ നമ്മളിങ്ങനെ കണ്ണുള്ളവർക്ക് പോലും ഇത്ര തരത്തിൽ വർണ്ണിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ചിന്താഗതി. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, എന്താണ്, കയ്യിൽ വെണ്ണയും പിടിച്ച് മുട്ടുത്തി അഴഞ്ഞു വരുന്ന ആ കണ്ണൻ്റെ ദൃശ്യമാണ്, കണ്ണൻ്റെ രൂപമാണ് സൂര്യദാസ് നമുക്ക് പഠിക്കാനുള്ള കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. ആ കയ്യിൽ വെണ്ണുണ്ട്. ആ ഗുഡന എന്ന് പറയുന്നത് മുട്ടുകാല് കുത്തി അഴഞ്ഞഴഞ്ഞ് വരികയാണ്. അതുകൊണ്ട് ശരീരത്തിൽ മുഴുവൻ പൊടിപടലങ്ങളുണ്ട്. മുഖത്ത് ഈ വെണ്ണ ഇങ്ങനെ തിന്നുമ്പോഴുണ്ടാകുമ്പോൾ മുഖത്ത് വരുന്നതായിട്ടുള്ള ആ ലേപനം, വെണ്ണയുടെ ലേപനം, ഇങ്ങനെയൊക്കെ ഉള്ള കണ്ണനെയാണ് സൂര്യദാസ് നമ്മളോട് വർണ്ണിച്ചു തരുന്നത്. അങ്ങനെ സൂര്യദാസിൻ്റെ 2-3 കവിതകൾ അതിൽ പഠിക്കാനുണ്ട്. പിന്നെ വന്നിട്ട് എന്താണ് അടുത്തത്, നമുക്ക് ഇപ്പം സൂര്യദാസ് കഴിഞ്ഞു, തുളസീദാസും കഴിഞ്ഞു. അപ്പം തുളസീദാസിൻ്റെ സൂര്യസാഗറാണ് കേട്ടോ. എന്താണ്, നമ്മളുടെ മഹാഭാഗവത പ്രകാരമാണോ അതേപോലെ നോർത്ത് ഇന്ത്യയിലുള്ളതാണ് സൂര്യസാഗർ, കൃഷ്ണൻ്റെ കവി, അതായത് വർണ്ണനകൾ, കൃഷ്ണൻ്റെ കഥകളുള്ളത്. അതേപോലെ തുളസിയുടേത് രാമചരിതമാനസ്. ഇനി 3-മതുള്ളത് അതിൽ മീരാബായി. മീരാബായിയുടെ ഒരു പദമാണ് അതിൽ പഠിക്കാനുള്ളത്. മീരാബായിയുടെ പദത്തിൽ എന്തൊക്കെയാണുള്ളത്, കൃഷ്ണനോട് അനന്തമായിട്ടുള്ള, അതായത് എന്ത് സ്നേഹമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. ആ മീരാബായിയുടെ ആ സ്നേഹത്തെ, കൃഷ്ണനുമായിട്ടുള്ള സ്നേഹത്തെ പറ്റിയിട്ടുള്ള വർണ്ണനകളാണ് അതിൽ പറയുന്നത്. 1-2 കാര്യത്തിൽ സഖിമാരോട് പറയുന്നുണ്ട്, ഞാൻ കൃഷ്ണനെ വിലക്കെടുത്തതാണ്, അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അതായത് ശ്രീകൃഷ്ണ മീരയുടെ കഥ പറയാൻ കുറേ പറയാനുണ്ട്. ആ മീര കല്യാണം കഴിച്ചുകൊണ്ടെന്ന് 18 വയസ്സായപ്പോഴേക്ക് വിധവയായിത്തീരുന്നു. വിധവയായതിന് ശേഷം മീരാബായി ഇങ്ങനെ കൃഷ്ണൻ്റെ സംഗീതവുമായിട്ട് മീരയുടെ പദങ്ങൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അങ്ങേറ്റ മനോഹരമായി വായിക്കാൻ കഴിയുന്ന ഒരു പദങ്ങളാണുള്ളത് കേട്ടോ. നമ്മൾ കർണാടക സംഗീത പ്രകാരമാണ് ചെയ്യുന്നത് വെച്ചാൽ അതുപോലെ നല്ല മനോഹരമായിട്ട് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ
ചൊല്ലാവുന്ന ഒരു പദങ്ങളൊക്കെയാണ് മീരാബായി എഴുതിയിട്ടുള്ളത്. അപ്പം അതിൽ മുഴുവൻ കൃഷ്ണൻ്റേതായിട്ടുള്ള കഥകളാണ്. ചെറുപ്പം മുതൽക്കേ കൃഷ്ണഭക്തയായിരുന്നു. അങ്ങനെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് നാട് മുഴുവൻ കൃഷ്ണൻ്റെ പാട്ടും കുത്തുമായി നടന്ന് റോഡുകളൊക്കെ നടക്കുമ്പോൾ രാജകുടുംബക്കാർക്ക് അത് അപമാനമാണ്. അപ്പോൾ പറയുന്നത് എന്താ, ആരെന്ത് പറഞ്ഞാലും ഞാൻ കൃഷ്ണനെ വിലക്കെടുത്തു കഴിഞ്ഞു, എനിക്ക് അപമാനത്തിനെക്കാട്ടിലും വലുതാണത്, എനിക്ക് അപമാനം പിന്നെ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. പിന്നെ രാജകുടുംബത്തിലുള്ളവർ ആനയെ കൊണ്ട് ചവിട്ടിച്ച് കൊല്ലാൻ നോക്കുന്നു, പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലാൻ നോക്കുന്നു, പൂമെത്തയാണെന്ന് വന്നിട്ട് മുള്ളുകൊണ്ട് മെത്ത ഉണ്ടാക്കിയിട്ട് അതിൽ കിടത്താൻ എന്ത് തന്നെയായിട്ടും നമ്മളുടെ മീരാബായിക്ക് ഒരു ആപത്തും പറ്റുന്നില്ല. അതാണ് കൃഷ്ണനിൽ സർവം സമർപ്പയാമി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ നമ്മളെ കാത്തുകൊള്ളും. ഇവിടെ ഇപ്പം കൃഷ്ണനെ മീര എങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്, വെറും പ്രിയതമൻ്റെ ഭാവത്തിലാണ് കണ്ടിട്ടുള്ളത്. മനസ്സിലായില്ലേ? രാധ എപ്രകാരമായിരുന്നു ദ്വാപരയുഗത്തിൽ കണ്ടിരുന്നത്, അതേപോലെ കൃഷ്ണൻ്റെ ഒരു പ്രിയതമയായിട്ടായിരുന്നു മീരാബായി ഇന്നത്തെ കലിയുഗത്തിൽ ഉണ്ടായിരുന്നതെന്നർത്ഥം. അപ്പോൾ ആ വർണ്ണനകളാണ് നമുക്ക് മീരാബായിയുടെ ഇതിൽ വരുന്ന പാഠങ്ങൾ പഠിക്കാൻ വരുന്നത്. അതിൽ സഖിയോട് പറയുന്നുണ്ട്, ഞാൻ വിലക്കെടുത്തു കഴിഞ്ഞു, ഇനി എനിക്ക് കൃഷ്ണൻ എങ്ങനെ വേണം ഞാൻ നടക്കാൻ, എങ്ങനെ വേണം, ഏത് വസ്ത്രം ഇടണം, ഏത് ഭക്ഷണം കഴിക്കണം, എപ്പോൾ വിളിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ കൃഷ്ണൻ്റെ അടുത്തുണ്ടായിരിക്കും എന്ന് അവർ സഖിമാരോട് പറയുന്ന സന്ദർഭങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതൊക്കെ പഠിക്കാൻ വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഒക്കെ നമ്മളുടെ നാഷണൽ അക്കാദമി തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു വിഷയം കൂടിയാണ് ഹിന്ദി. അപ്പോൾ മലയാളികൾക്ക്, കാരണം മലയാളികൾക്ക് ഹിന്ദി എന്ന് പറഞ്ഞാൽ എത്രമാത്രം എന്താ പറയുക, എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ ടീച്ചർക്കാരനോട്. ചില കുട്ടികൾ എളുപ്പം എന്ന് പറയും, ചില കുട്ടികൾ ബുദ്ധിമുട്ടെന്ന് പറയും. ജോ ബി ഹോ हमें तो उसका अंक तो बहुत सी आसानी से मिल सकता है, पढ़ना है, बिना पढ़े नहीं मिलेगा. कारण क्या है, उसका वैल्यूशा हमें मालूम है, तुम्हारे जैसे कुछ सहानुभूति अवश्य होंगे, इसलिए मार्क अवश्य मिलेंगे. तो आइए हमारे साथ जोड़कर नेशनल अकादमी से NIOS का हिंदी पढ़िए और पास होकर तो अपना विचार सफल करें. अब इवड़े 3 इतना कहकर मैं समाप्त करती हूँ.